ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അതും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. എൻ്റെ വീഡിയോസ് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് എല്ലാ ദിവസത്തെയും വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറ്. സോ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ, അതായത് ബാങ്ക്, SSC, റെയിൽവേസ്, കേരള PSC എന്നീ എക്സാംസിലൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഡെയിലി പഠിക്കണം. ഡെയിലി എൻ്റെ വീഡിയോ കാണുക, അല്ലെങ്കിൽ പഠിക്കുക, എങ്ങനെയായാലും നിങ്ങളത് കവർ ചെയ്ത് പോകണം. സോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാൻ എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സ് ന്യൂസും ഞാനിതിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന, ബാങ്ക് എക്സാം, റെയിൽവേ എക്സാം, കേരള PSC എക്സാം, SSC എക്സാമിനൊക്കെ പഠിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ന്യൂസ് ഇതാണ്: MPs Mandla becomes country's first fully functional literate district. മധ്യപ്രദേശിലത്തെ മണ്ഡ്ല എന്ന് പറയുന്ന സ്ഥലം, മണ്ഡ്ല എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് ഫുള്ളി ഫങ്ഷണലി ലിറ്ററേറ്റ് ഡിസ്ട്രിക്റ്റ് ആയിരിക്കുകയാണ്. ഇന്ത്യയിലത്തെ ഫസ്റ്റ് ഫുള്ളി ഫങ്ഷണലി ലിറ്ററേറ്റ് ഡിസ്ട്രിക്റ്റ് ആയിരിക്കുകയാണ് മണ്ഡ്ല എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ്, മധ്യപ്രദേശിലത്തെ. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. Madhya Pradesh's tribal dominated Mandla region has become the first fully functionally literate district in the country. A person can be called functionally literate when he or she is able to write his or her own name, to count and read and write in Hindi. The literacy rate in the district was 68% as per a survey in 2011. അപ്പോൾ ഈ ഫുള്ളി ലിറ്ററേറ്റ്, ഫങ്ഷണലി ലിറ്ററേറ്റ് എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് സ്വന്തം പേര് എഴുതാനും വായിക്കാനും റൈറ്റ്, അതായത് എഴുതാൻ സാധിക്കണം, സ്വന്തം പേര് എഴുതാൻ സാധിക്കണം, അതേപോലെ കൗണ്ട് ചെയ്യാൻ സാധിക്കണം, അതേപോലെ റീഡ് ചെയ്യാനും സാധിക്കണം, റൈറ്റ് ചെയ്യാനും സാധിക്കണം ഹിന്ദി ലാംഗ്വേജിൽ. അതായത് അവരുടെ ഭാഷ ഹിന്ദി ആയതുകൊണ്ട്, ആ സ്റ്റേറ്റിൻ്റെ ഭാഷ ഹിന്ദി ആയതുകൊണ്ട് ഹിന്ദിയിൽ. സോ അതേപോലെ കേരളത്തിലാണെങ്കിൽ മലയാളം. സോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫുള്ളി ഫങ്ഷണലി ലിറ്ററേറ്റ് എന്ന് പറയുന്നത്. സോ ഫങ്ഷണലി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിരിക്കുകയാണ്, ഫസ്റ്റ് ഫുള്ളി ഫങ്ഷണലി ലിറ്ററേറ്റ് ഡിസ്ട്രിക്റ്റ് ആയിരിക്കുകയാണ് മാണ്ഡ്ല എന്ന് പറയുന്ന, മധ്യപ്രദേശിൻ്റെ മാണ്ഡ്ല എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ആസ് പെർ 2011 സെൻസസ്, ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ is 74.04, 82.14% ഓഫ് മെയിൽസ് ആൻഡ് 65.46% ഫോർ ഫീമെയിൽ. അപ്പോൾ ലിറ്ററസി റേറ്റ് ഇങ്ങനെയാണ്: 82% മെയിൽസും 65% ഫീമെയിൽസും ലിറ്ററേറ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഫുള്ളി ഫങ്ഷണലി ലിറ്ററേറ്റ് ഡിസ്ട്രിക്റ്റ് ആയിരിക്കുകയാണ് മധ്യപ്രദേശിലത്തെ മാണ്ഡ്ല എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ആഡ്സ് ഓവർ 7 GW ഓഫ് സോളാർ ഇൻ എ റെക്കോർഡ് ഫസ്റ്റ് ഹാഫ് ഓഫ് 2022. മെർക്കോം ഇന്ത്യ റിപ്പോർട്ട്. അപ്പോൾ മെർക്കോം ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ 7 GW ഓഫ് സോളാർ എനർജി റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ഹാഫ്, 2022 ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. സോളാർ കപ്പാസിറ്റി ഇൻസ്റ്റലേഷൻ ഇൻ ദ കൺട്രി റോസ് ബൈ 59% ടു റെക്കോർഡ് 7.2 GW ഡ്യൂറിംഗ് ഫസ്റ്റ് ഹാഫ് ഓഫ് 2022 അക്കോർഡിംഗ് ടു മെർക്കോം ഇന്ത്യ റിസർച്ച്. In January to June of H1 of 2021, first half of 2021, the country had added 4.5 GW solar capacity. The research firm's Q2 2022 India Solar Market Update. അപ്പോൾ ഇന്ത്യ 7 GW സോളാർ എനർജി റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ഹാഫ് ഓഫ് 2022. ഇതൊരു മെർക്കോം ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം വന്ന റിപ്പോർട്ടാണ് ഇത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ സൈൻസ് MOU വിത്ത് ഇർഫാൻ ഫോർ മാരിടൈം കോർപ്പറേഷൻ.
ഐസ് ലോങ് ടേം കോൺട്രാക്റ്റ് ഓൺ ചാബഹാർ പോർട്ട്. അപ്പോൾ ഇന്ത്യ സൈൻ ചെയ്തിരിക്കുകയാണ് ഒരു MOU ഇർഫാനായിട്ട് മാരിടൈം കോർപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു MOU സൈൻ ചെയ്തിട്ടുള്ളത്. ലോങ് ടേം കോൺട്രാക്റ്റ് നോക്കുന്നുണ്ട് ചാബഹാർ പോർട്ടിന് വേണ്ടിയിട്ട്. സോ നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യ ഹാസ് സൈൻഡ് എ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് ഇറാൻ ഓൺ a mutual recognition of seafarers code of conduct for unlimited voyages, expanding its maritime partnership with the West Asian country alongside recent moves to boost infrastructure in the strategically located Chabahar port. അപ്പോൾ ഇന്ത്യ സൈൻ ചെയ്തിരിക്കുകയാണ് ഒരു MOU ഇർഫാൻ ഫോർ മാരിടൈം കോർപ്പറേഷന് വേണ്ടിയിട്ട്. ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് നോക്കുന്നുണ്ട് ചാബഹാർ പോർട്ടിന് വേണ്ടിയിട്ട്. സോ ഇന്ത്യ ഈസ് സൈനിങ് എ ട്രൈലാറ്ററൽ മാരിടൈം കോർപ്പറേഷൻ ഇൻവോൾവിങ് ഇറാൻ ആൻഡ് ഒമാൻ. അപ്പോൾ ഇന്ത്യ ഇറാനെയും ഒമാനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ട്രൈലാറ്ററൽ മാരിടൈം കോർപ്പറേഷനും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും ഇറാനും കൂടിയിട്ടാണ് ഇപ്പോൾ മാരിടൈം കോർപ്പറേഷന് വേണ്ടിയിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S. ജയശങ്കർ ഇനോഗ്രേറ്റ്സ് ഇന്ത്യൻ എംബസി ഇൻ പറാഗ്വേ. അപ്പോൾ പറാഗ്വേയുടെ ഈ ന്യൂസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് പറാഗ്വേയുടെ ക്യാപിറ്റലാണ് അസുൻസിയോൺ, കറൻസിയാണ് ഗുവാറാണി. ഇവിടെ കൊടുത്തിരിക്കുന്നത് പറാഗ്വൻ ഗുവാറാണി എന്നാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് എക്സാമിൽ അങ്ങനെ തരില്ല. അപ്പോൾ ഗുവാറാണി എന്ന് മാത്രമേ തരുള്ളൂ. സോ പറാഗ്വൻ ഗുവാറാണി എന്ന് നിങ്ങൾ വായിച്ച് പഠിക്കേണ്ട, നിങ്ങൾ ഗുവാറാണി അസുൻസിയോൺ, പറാഗ്വേയുടെ ക്യാപിറ്റൽ അസുൻസിയോൺ, അതേപോലെ കറൻസി ഗുവാറാണി, അങ്ങനെ പഠിച്ചാൽ മതി. പറാഗ്വൻ ഗുവാറാണി എന്ന് നമുക്കൊരിക്കലും എക്സാമിൽ തരില്ല, ഗുവാറാണി എന്ന് മാത്രമേ തരുള്ളൂ. അപ്പോൾ ഈ ന്യൂസ് ഇതാണ്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായ S. ജയശങ്കർ ഇന്ത്യൻ എംബസി പറാഗ്വേയിൽ ഇന്ത്യൻ എംബസി ഇനോഗ്രേറ്റ് ചെയ്തു എന്നാണ്. External Affairs Minister S. Jaishankar jointly inaugurated the new Indian embassy in Paraguay with his counter fellow Julio Cesar Arriola. അപ്പോൾ പറാഗ്വേയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായ ജൂലിയോ സീസർ അരിയോളയാണ് ഈ ഇനോഗ്രേഷനിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S. ജയശങ്കറിൻ്റെ കൂടെ ജോയിൻ്റ്ലി ഇനോഗ്രേറ്റ് ചെയ്യാൻ കൂടിയത്. അപ്പോൾ പറാഗ്വേയുടെ പ്രസിഡൻ്റാണ് മാരിയോ അബ്ദോ ബെനിറ്റേസ്. പറാഗ്വേ പ്രസിഡന്റ് മാരിയോ അബ്ദോ ബെനിറ്റേസ്. സോ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S. ജയശങ്കർ ഇന്ത്യൻ എംബസി ഇൻ പറാഗ്വേ ഇനോഗ്രേറ്റ് ചെയ്തു. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ദെബാസിയ മൊഹന്തി അപ്പോയിൻറ്റഡ് ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജിയുടെ ഡയറക്ടറായിട്ട് ദെബാസിയ മൊഹന്തി അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്, അപ്പോൾ നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് അലൗസ് റിട്രോഫിറ്റ്മെൻറ്റ് ഓഫ് CNG ആൻഡ് LPG കിറ്റ്സ് ഇൻ BS6 കോംപ്ലയൻറ്റ് വെഹിക്കിൾസ്. അപ്പോൾ ഗവൺമെൻറ് റിട്രോഫിറ്റ്മെൻറ്റ് ഓഫ് CNG ആൻഡ് LPG കിറ്റ്സ് BS6 കോംപ്ലയൻറ്റ് വെഹിക്കിൾസിൽ, അതായത് നാച്ചുറൽ ഗ്യാസിൽ ഓടുന്ന വെഹിക്കിൾസിൽ റിട്രോഫിറ്റ്മെൻറ്റ് ഓഫ് CNG ആൻഡ് LPG കിറ്റ്സ് അലൗ ചെയ്തിരിക്കുകയാണ് ഗവൺമെൻറ്. നമുക്കൊന്ന് വായിക്കാം. The government has allowed retrofitment of CNG and LPG kits in petrol and diesel vehicles that are compliant with the BS6 emission norm. As of now, such modifications are permissible only in vehicles that are compliant with the BS4 emission norm. അപ്പോൾ BS4 എമിഷൻ നോമിൽ ഉള്ളതിനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റെട്രോഫിറ്റ്മെൻറ്റ് പെർമിസിബിൾ ആയിട്ടുള്ളൂ. ഇനി അത് BS6 കോംപ്ലയൻറ്റ് വെഹിക്കിൾസിനും അത് പെർമിസിബിൾ ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അലൗ ചെയ്തിരിക്കുകയാണ് ഗവൺമെൻറ്. നോട്ടിഫിക്കേഷൻ അലൗസ് എ CNG ആൻഡ് LPG കിറ്റ് ഓൺ a BS ഭാരത് സ്റ്റേജ് 6 gasoline vehicles and replacement of diesel engines with a CNG or LPG engines. അപ്പോൾ ഡീസൽ എൻജിൻസിന് പകരം CNG or LPG എൻജിൻസ് ആയിട്ട് റീപ്ലേസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് CNG ആൻഡ് LPG കിറ്റ്സ് റിട്രോഫിറ്റ്മെൻറ്റ് അലൗ ചെയ്തിരിക്കുകയാണ് BS6 കോംപ്ലയൻറ്റ് വെഹിക്കിൾസിലും. അതായത് ഇപ്പോൾ റിട്രോഫിറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത് ഇതാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഡീസലിൽ ഓടുന്ന വെഹിക്കിളാണെങ്കിൽ അതിൻ്റെ എൻജിൻ മാറ്റിയിട്ട് അതിനെ CNG അല്ലെങ്കിൽ LPG വെഹിക്കിളാക്കി മാറ്റുക, ഗ്യാസിലോടുന്ന വെഹിക്കിളാക്കി മാറ്റുക എന്നുള്ള
ഇതായിരിക്കും retrofitment കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല എതിരഭിപ്രായം, അതായത് എതിരഭിപ്രായമല്ല, ശരിക്കുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ retrofitment ഓഫ് CNG and LPG കിറ്റ്സ് അലൗ ചെയ്തിരിക്കുകയാണ് BS6 കോംപ്ലൈൻറ്റ് വെഹിക്കിൾസിൽ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗ്രീസ് എക്സിറ്റ്സ് യൂറോപ്യൻ യൂണിയൻസ് എൻഹാൻസ്ഡ് സർവൈലൻസ് ഫ്രെയിംവർക്ക്. അപ്പോൾ ഗ്രീസ് യൂറോപ്യൻ യൂണിയൻ്റെ എൻഹാൻസ്ഡ് സർവൈലൻസ് ഫ്രെയിംവർക്കിൽ നിന്നും എക്സിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗ്രീസിൻ്റെ ക്യാപിറ്റലാണ് ഏതൻസ്, കറൻസിയാണ് യൂറോ. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഗ്രീസ് ഹാസ് അനൗൺസ്ഡ് ദാറ്റ് ഇറ്റ് ഹാസ് എക്സിറ്റഡ് ദ യൂറോപ്യൻ യൂണിയൻസ് എൻഹാൻസ്ഡ് സർവൈലൻസ് ഫ്രെയിംവർക്ക്. കൺട്രീസ് പ്രൈം മിനിസ്റ്റർ കൈറിയാക്കോസ് മിത്സോതാക്കിസ് മെയ്ഡ് ഹിസ് അനൗൺസ്മെൻറ്റ്. അപ്പോൾ പ്രൈം മിനിസ്റ്ററാണ് ഇത് അനൗൺസ് ചെയ്തത്, ഗ്രീസിൻ്റെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്, കൈറിയാക്കോസ് മിത്സോതാക്കിസ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IREDA signs MOU with MAHAPREIT to provide loans for green energy projects. അപ്പോൾ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസിയാണ് മഹാപ്രീത്തായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുള്ളത്. അത് ഗ്രീൻ എനർജി പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് വായിക്കാം. Indian Renewable Energy Development Agency signed an MOU with the Mahatma Phule Renewable Energy and Infrastructure Technology Limited, a wholly owned subsidiary of BCDC, 49% of Government of India and 51% of Government of Maharashtra. In accordance with the MOU, IREDA will offer financing facilities to MAHAPREIT for the renewable energy projects to be implemented for the state. അപ്പോൾ IREDA സൈൻ ചെയ്തിരിക്കുകയാണ് മഹാപ്രീത്തായിട്ടൊരു MOU. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഗ്രീൻ എനർജി പ്രൊജക്ട്സിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ നോട്ടിഫൈസ് ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു ബൂസ്റ്റ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പോൾ ഇന്ത്യ ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റ് റൂൾസും അതേപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബൂസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഇന്ത്യയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബൂസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് നോട്ടിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റ് റൂൾസ് 2022 വിൽ സബ്സ്യൂം extend regulations pertaining to overseas investment and acquisition and transfer of immovable property outside India regulations 2015. The rules have been framed by the Government of India in consultation with Reserve Bank. അപ്പോൾ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ടു ഹാവ് ഇറ്റ്സ് ഫസ്റ്റ് ഒബ്സർവേറ്ററി ടു ട്രാക്ക് സ്പേസ് ആക്ടിവിറ്റി ഇൻ ഉത്തരാഖണ്ഡ്. അപ്പോൾ സ്പേസ് ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഫസ്റ്റ് ഒബ്സർവേറ്ററി ഉത്തരാഖണ്ഡിൽ ഉണ്ടാവാൻ പോവുകയാണ്. നമുക്കൊന്ന് വായിക്കാം. India's first commercial space situational awareness observatory to track objects as small as 10 cm in size orbiting the Earth will be set up in a Garhwal region of Uttarakhand by Digantra, a space sector startup. The Space Situational Awareness Observatory will help India track any activity in space, including that of space debris and military satellites hovering India. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് സ്പേസ് ഒബ്സർവേറ്ററി, അതായത് സ്പേസ് ട്രാക്ക് ചെയ്യാനുള്ള ഒബ്സർവേറ്ററി ഉത്തരാഖണ്ഡിൽ വരാൻ പോവുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ റിമെംബ്രൻസ് ഓഫ് സ്ലേവ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് അബോളിഷൻ. August 23 അത് ഒബ്സർവ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ റിമെംബ്രൻസ് ഓഫ് ദ സ്ലേവ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് അബോളിഷൻ. അപ്പോൾ ഇതൊന്ന് വായിക്കാം. The International Day for the Remembrance of Slave Trade and its Abolition is an international day celebrated on August 23 every year.
The day is designated by UNESCO to memorialize the transatlantic slave trade. അപ്പോൾ ട്രാൻസ് സ്ലേവ് ട്രേഡ് ഓർക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ റിമംബ്രൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ August 23 ഇൻ്റർനാഷണൽ ഡേ ഫോർ റിമംബ്രൻസ് ഓഫ് സ്ലേവ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് അബോളിഷൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷത്തെ തീം ഫോർ റിമംബ്രൻസ് ഓഫ് സ്ലേവ് ട്രേഡ് ആൻഡ് അബോളിഷൻ്റെ തീമാണ് ഡീകോളനൈസേഷൻ ആണ് ഈ വർഷത്തെ തീം. സെയിം ന്യൂസ് മലയാളത്തിനുമുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Union government launches രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ ടു ബ്രിങ് ടുഗദർ ഓൾ അവാർഡ്സ് അണ്ടർ വൺ പ്ലാറ്റ്ഫോം. അപ്പോൾ രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് യൂണിയൻ ഗവൺമെൻറ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അവാർഡ്സിനെയും ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതതിൻ്റെ ഡീറ്റെയിൽസാണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ സെയിം ന്യൂസ് മലയാളത്തിലുമുണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. India nominates GARBA to be inscribed on UNESCO's Intangible Cultural Heritage List. അപ്പോൾ ഇന്ത്യ ഗാർബനെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇൻസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഗർബയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കൊന്ന് വായിക്കാം, എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഇന്ത്യ ഹാസ് നോമിനേറ്റഡ് ദ ഡാൻസ് ഫോം ഗർബ. അപ്പോൾ ഒരു ഡാൻസ് ഫോമാണ് ഈ ഗർബ എന്ന് പറഞ്ഞാൽ. സോ ടു ബി ഇൻസ്ക്രൈബ്ഡ് ഓൺ യുനെസ്കോസ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ്. അപ്പോൾ യുനെസ്കോൻ്റെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇൻസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇതിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. യുനെസ്കോ എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ എറിക് ഫാൾട്ട് പറഞ്ഞു said that after the inclusion of Durga Puja on a UNESCO Intangible Cultural Heritage representative last year, India has now nominated Garba for 2022. അപ്പോൾ കഴിഞ്ഞ വർഷം ദുർഗ പൂജ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ലിസ്റ്റിൽ കൊടുത്തു, നോമിനേറ്റ് ചെയ്തിട്ട് അത് ഉൾപ്പെടുത്തി. അതേപോലെ ഈ വർഷം അപ്പോൾ നോമിനേറ്റ് ചെയ്തതാണ് ഗർബ എന്ന് പറയുന്നൊരു ഡാൻസ് ഫോം. സോ യുനെസ്കോൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് പാരീസ് ഫ്രാൻസിലാണ്. അതിൻ്റെ ഡയറക്ടർ ജനറൽ ഓഡ്രെ അസൂലയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ADB to provide $96.3 million ലോൺ ടു ഇംപ്രൂവ് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ സർവീസസ് ഇൻ ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ വാട്ടർ സപ്ലൈ സാനിറ്റേഷൻ സർവീസസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് $96.3 million ലോണാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IREDA CEO കാസ്പർ റോസ്റ്റഡ് ടു സ്റ്റെപ്പ് ഡൗൺ നെക്സ്റ്റ് ഇയർ. അപ്പോൾ അഡിഡാസിൻ്റെ CEO ആയ കാസ്പർ റോസ്റ്റഡ് അടുത്ത വർഷം വിരമിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതതിൻ്റെ ഡീറ്റെയിൽസാണ്, കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. LIC സീസ് 20 PC decline in death claims, 20% decline ആണ്, 20% decline in death claims in Q1 of financial year 23 as COVID impact ebbs. അപ്പോൾ കോവിഡ് ഇമ്പാക്റ്റ് കൂടുന്നതിനനുസരിച്ച് LIC 20% ഡിക്ലൈൻ ഇൻ ഡെത്ത് ക്ലെയിംസ് ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ്. ഫിനാൻഷ്യൽ ഇയർ 23 Q1 നോക്കുമ്പോൾ, അതായത് 2022 ഏപ്രിൽ, മെയ്, ജൂൺ ആ മാസങ്ങളിലെ ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ 20% ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത് ഡെത്ത് ക്ലെയിംസിൽ. അപ്പോൾ ഇതതിൻ്റെ ഡീറ്റെയിൽസാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. LICയുടെ ചെയർമാനാണ് MR കുമാർ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. HDFC ERGO launches country's first electric vehicle ecosystem, all things electric vehicle. അപ്പോൾ HDFC ERGO കൺട്രിയുടെ ഫസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇക്കോസിസ്റ്റം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്.
all things EV. So as a part of this initiative, the company has unveiled a dedicated platform for existing and prospective EV ecosystem users. So HDFC ERGO ആണ് കൺട്രീസ് ഫസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾ ഇക്കോസിസ്റ്റം ലോഞ്ച് ചെയ്യുന്നത്. എല്ലാം EV ആക്കാൻ വേണ്ടിയിട്ടാണ്, ഇലക്ട്രിക് വെഹിക്കിൾസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്കോസിസ്റ്റം ലോഞ്ച് ചെയ്യുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മാഗ്നസ് കാൾസൺ വിൻസ് FTX ക്രിപ്റ്റോ കപ്പ്, ആർ പ്രജ്ഞാനന്ദ ഇംപ്രസസ് ബൈ സെക്യൂറിങ് സെക്കൻഡ് പ്ലേസ്. അപ്പോൾ നിങ്ങൾക്കറിയാം, പ്രജ്ഞാനന്ദയുടെ പേര് കേട്ടാൽ തന്നെ ചെസ് റിലേറ്റഡ് ന്യൂസാണ്. അപ്പോൾ മാഗ്നസ് കാൾസൺ FTX ക്രിപ്റ്റോ കപ്പ് നേടിയിരിക്കുകയാണ്. ആർ പ്രജ്ഞാനന്ദ, ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ സെക്കൻഡ് പ്ലേസ് നേടിയിരിക്കുകയാണ്. സോ നമുക്കൊന്ന് വായിക്കാം. GM ഗ്രാൻഡ് മാസ്റ്റർ മാഗ്നസ് കാൾസൺ, നോർവേയിലത്തെ മാഗ്നസ് കാൾസൺ won FTX Crypto Cup, the American finale of a Champions Chess Tour in Miami on despite losing his final match in a tiebreaker to Grandmaster R. Pragnananda, who thereby secured second place in the tournament. GM Alireza Firozja finished the third place. അപ്പോൾ മാഗ്നസ് കാൾസൺ ആണ് FTX ക്രിപ്റ്റോ കപ്പ് നേടിയിരിക്കുന്നത്. ആർ പ്രജ്ഞാനന്ദ സെക്കൻഡ് പ്ലേസ് നേടുകയും ചെയ്തു. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാനിതിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.